ഓ, ഫീനിക്സ് പക്ഷിയെ പോലെ പെട്ടെന്ന് ഉയർന്നെഴുന്നേറ്റ് വന്നു നമ്മുടെ ജസ്ന സലീം. നെഗറ്റീവ് കമൻറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇനിയും ജീവിക്കണമെന്നായി, എനിക്ക് ആളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല എന്നായി. അങ്ങനെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഗോയ്സ്, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ജസ്ന സലീം ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാലിൽ ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയാലും കൂടി. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യതയുണ്ട്. മരിച്ചു പോകുമെന്ന് വരെ സാധ്യതയുണ്ട്. ജസ്ന സലീം മരണത്തോട് മല്ലടിക്കുന്നു. പ്ലീസ് ഷെയർ. SHARE ആണ്, SHERE അല്ല. മോനോട് ചോദിക്കാൻ വയ്യായിരുന്നോ നിനക്ക്? അപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തേലും ഇതുപോലെ മരണത്തോട് മല്ലടിക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ മാസ്ക് വെക്കും, ECG എടുക്കും, അതുപോലെ ഓക്സിജൻ ടെമ്പറേച്ചർ നോക്കുന്ന സാധനം വിരലിൽ വെക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വാക്യൂം ക്ലീനർ പോലുള്ളതൊക്കെ അതൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അതെന്താ ചെയ്യാഞ്ഞത്? അപ്പം ആ വീഡിയോ കാണുമ്പം തന്നെ അറിയാം കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചെറിയൊരു എന്തോ ഒരു സംതിങ് ഉള്ള ഇതേ ഉള്ളൂ എന്ന് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. അത് ബുദ്ധിയുള്ളവർക്ക് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എപ്പോഴും കളിപ്പിക്കാൻ പറ്റത്തില്ല ജസ്നെ. എൻ്റെ കുരണനും അത് അറിയത്തില്ലേ? അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു എന്താ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെ ഉള്ള അല്ല, കാലിൻ്റെ അപോർഷനിലോട്ട് പോകുമ്പോൾ മാത്രം എന്താ പെട്ടെന്ന് ഇങ്ങനെ തട്ടി മാറ്റുന്നത്? അതെന്തോ പറ്റി? ഇപ്പം പറഞ്ഞതുപോലെ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. നമുക്ക് നീതിയും കാര്യങ്ങളും തരുന്നില്ലയോ? നിങ്ങൾക്ക് നീതിയൊക്കെ ഉണ്ടോ? ജസ്റ്റിസിൽ നീതിയൊക്കെ ഉണ്ടോ? നീതി കിട്ടണമെന്നുണ്ടോ? അതിന് നീതി കിട്ടാനും വേണ്ടിയിട്ട് എന്ത് മഹത് കാര്യങ്ങളാണാവോ ചെയ്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? അല്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാൻ വയ്യാതുകൊണ്ട് ചോദിക്കുന്ന. പോലീസുകാരെന്താ ഇപ്പം സപ്പോർട്ട് നിൽക്കുന്നില്ലേ? അതെന്തു പറ്റി? മറ്റേ പെട്ടെന്ന് ഓടുമായിരുന്നല്ലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലൈൻറ്റ് കൊടുക്കാൻ. പറഞ്ഞാൽ ആ കൊടുത്ത കംപ്ലൈൻറ്റ് എവിടം വരെയായി ജസ്റ്റ്? അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് കൈ ഇങ്ങനെ പോക്കുന്നുണ്ട്, ഇങ്ങനെ എന്തിനത്? എന്തോ പറയാനായിട്ട് ശ്രമിക്കുക, പക്ഷെ പറ്റുന്നില്ല. ഇതുപോലെ എന്തേലും ഒരബദ്ധം ഹോസ്പിറ്റലിൽ നിന്ന്, മെയിനായിട്ട് ഹെൽത്ത് കെയർ സെൻറ്ററിൽ നിന്നും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഒരിക്കലും അത് തള്ളിക്കളയുന്ന കേസല്ല. അഥവാ നിങ്ങളുടെ കാര്യത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കഴമ്പുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളതിനകത്ത്, വലിയ പ്രശ്നമുള്ള കേസുകളില്ല. അതുകൊണ്ടാണ് പോലീസുകാർ പോലും മൈൻഡ് ചെയ്യാത്തത്. കൂടുതലും കള്ളക്കേസാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പോലീസുകാർ എങ്ങനെ മൈൻഡ് ചെയ്യും? കൂടെ പറയുന്നുണ്ടല്ലോ, ആ ഒരു നേഴ്സ് കാരണം ഇവളീ അനുഭവിക്കുന്നതിന് കയ്യും കണക്കും ഇല്ല എന്ന്. ഈ പറയുന്ന നീയും നിൻ്റെ ഈ ജസ്നയും കാരണം എത്രയോ പേര് അനുഭവിച്ചിട്ടുണ്ട്, എത്രയോ പേര് കരഞ്ഞിട്ടുണ്ട്, എത്രയോ പേർക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റേതൊക്കെ പലിശ സഹിതം വാങ്ങിക്കാതെ എങ്ങനെയാ ജസ്നയും അരുണയെ പോകാൻ പറ്റുന്നത്? അതൊക്കെ അനുഭവിച്ചല്ലേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അതൊന്നും അറിയത്തില്ലയോ?
ഇത് ഇന്നലെ ഇട്ട വീഡിയോ. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട വന്നേക്കുന്നു അടുത്ത വീഡിയോ. നമുക്കത് കാണുമല്ല, ജസ്റ്റ് കേൾക്കാം. വീഡിയോ എങ്ങനെ കിട്ടിയെന്നായിരിക്കും നീ ഇനി ചിന്തിക്കാൻ പോകുന്നത് അല്ലേ? നമുക്ക് കിട്ടാനുള്ള വകുപ്പൊക്കെ ഉണ്ട് മോളെ, പേടിക്കണ്ട. ജസ്ന സലീം ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നവർക്കായി ഇപ്പോൾ ഇതാ അവസ്ഥ. കുരുടൻ വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞതായിരുന്നു. അവിടെ നിൽക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് നോട്ടം പോകാനുകൊണ്ട് സമയമില്ല. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ട് ചെയ്ത് ഡിസ്ചാർജ് ആയി പോയതാണ്. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആള് കിടക്കുന്ന റൂം സാധാരണ ഒരു കാഷ്വാലിറ്റി ടൈപ്പ് റൂം. ഒരു റൂം എടുത്താലും മതി, അല്ലാതെ ഒരു റൂം എടുത്താലും മതി. കുറച്ച് മണിക്കൂറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂം ഒരു 500 രൂപ, 1000 രൂപ. 100 ബെഡ് ഹോസ്പിറ്റലാണേലും 500 ബെഡ് ഹോസ്പിറ്റലാണേലും കൊടുത്താൽ നമുക്ക് കിട്ടും. അറിയാം അതൊക്കെ. അതവിടെ നിൽക്കട്ടെ. ഈ മരണാസനെ കിടന്ന ആൾക്ക് എങ്ങനെ പെട്ടെന്ന് ഡിസ്ചാർജ് ഡോക്ടർ സമ്മതിച്ചു? അതിനുള്ള ഉത്തരവാടെ ഓക്സിജൻ മാസ്ക് എന്ത് ചെയ്യും? ECG എടുക്കുന്നതിൻ്റെ വേരിയേഷൻസ് കാണിക്കുന്നതിൻ്റെ സംഭവമൊക്കെ വച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഇല്ല. അതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ ഡിസ്ചാർജായി വന്നു. കാരണം എനിക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ ഓട്ടോ ഓടാതിരിക്കാൻ പറ്റത്തില്ല. അതിൽ തന്നെ പൊളിയത്തില്ലേ മക്കളെ? ഇതൊക്കെ സൂക്ഷ്യം കണ്ടം വേണ്ടേ? അതാണ് പറയുന്നത്, പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യണം. എല്ലാമേ പ്ലാൻ പണിതാ പണ്ണണോ, ഇല്ലെന്നാ ഇപ്പിടുതാ എടുക്കോ എന്ന് പറയത്തില്ലയോ പോകിരിക്കകത്ത് വടിവേലു? അത് ഓർക്കണ്ടേ? പോകണ്ടോണ്ട് ഡിസ്ചാർജ് എനിക്ക് ഓട്ടോ പോകാണ്ടതിനെ കൊണ്ട് ഞാനിങ്ങ് പോവുകയും ചെയ്തു. അല്ല, വീട്ടിലപ്പോ അമ്മയും അച്ഛനും ആരും ഇല്ലയോ? സഹോദരന്മാര് സഹോദരിമാരും ഇല്ലയോ ഒന്ന് വിളിച്ച് കൂടെ നിർത്താനായിട്ട്? ആരും ഇല്ലല്ലേ? തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഞങ്ങളെ കയ്യിലിരിപ്പത്രയല്ലേ, അപ്പം പിന്നെ എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു? ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയെടുക്കാൻ പറ്റ പാട്. മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇഞ്ചക്ഷൻ ചെയ്തു, സമ്മതിച്ചു, അന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ എഡിറ്റ് ചെയ്ത് വന്ന് ഇങ്ങനൊരു കോൺട്രവേഴ്സി വരെ കൊണ്ടെത്തിച്ചല്ലോ. കൊള്ളാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നും പറയേണ്ട ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പേ എടുത്തു വച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ ആണ് ഇപ്പോൾ എടുത്ത് റീപോസ്റ്റ് ചെയ്ത് ഈ കോൺട്രവേഴ്സിയുടെ ആഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇന്ന് രാവിലെ അരുണിൻ്റെ 18 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഞാൻ ഇന്ന് നമ്മൾ രാവിലെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കമൻറ്റ്സ് ഞാൻ അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ നെഗറ്റീവാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു, പിന്നെ നീ അവള് എന്താ പറയുക സുഖലാണ്ട് കിടക്കുന്ന സമയത്ത് തന്നെ വണ്ടി പോകണമെന്നൊക്കെ നെഗറ്റീവേ പറഞ്ഞുള്ളൂ. ശരിയാ, ഞാനും കയറി നോക്കിയായിരുന്നു. ഇത്രയും നെഗറ്റീവ്, അത്രത്തോളം ആൾക്കാർ നിന്നെയും നിൻ്റെ ജസ്നയും വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജസ്ന സലീമിനെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാണ്. തെളിവുകൾ പുറത്ത്, കൊണ്ടുവാ. തെളിവുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവാ. വാ കൊണ്ട് പറഞ്ഞാൽ പോരാ, തെളിവ് വേണം. അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സംസാരവും പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കണം. അല്ലാണ്ട് അപ്പൊ അറിയാം എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കണം. ആ ചെയ്ത് തന്നെ മാപ്പ് ചോദിക്കണം. നമ്മളിതിങ്ങനെ ന്യായീകരിച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സിസ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും വന്നാൽ തീരെ ഒരു ഉളുപ്പില്ലാത്ത രീതിയിൽ, സത്യം പറയാലോ, ഒരു പെണ്ണായിട്ട് പോലും ആ ഒരു ഉളുപ്പില്ലാത്ത രീതിയിലാണ് അന്ന് ആ സ്ത്രീ പെരുമാറിയത്. ഉളുപ്പ് അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ള കുരുണനെ? നിന്റെ ജസ്നയ്ക്ക് എന്ത് യോഗ്യതയുള്ളത്? ആ വാക്ക് പറയാനുള്ള യോഗ്യതയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പറോട്ട്
കുറേ വർഷങ്ങൾക്ക് മുമ്പേ മുതൽക്കേ ഉള്ള നിൻ്റെ ജസ്റ്റിൻ്റെയും സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിക്കൊന്ന് എടുത്ത് നോക്ക്. അപ്പോൾ അറിയാം ഉളുപ്പെന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്. വളരെ മോശമായിട്ട് അങ്ങനത്തെ ഒരാളെയൊക്കെ നൈസായിട്ട് അവിടെ വെക്കുമ്പം തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയാ, പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം അവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അതെന്താ ഒന്നും പറയാനില്ലാത്ത? ഒരാള് കാരണമാണ് ഇവിടെ ഈ കാർ ഈ ഗതിയായത്. അപ്പൊ ഞാൻ ഈ ഗതിയായെന്ന് പറയാൻ കാരണം വെച്ചാൽ നീയും നിന്റെ ഈ ജസ്റ്റിനെയും കാരണം എത്രയോ പേര് കിടന്ന് അനുഭവിച്ചു. പല ഷോപ്പുകളും പൂട്ടി കെട്ടേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്, വൃത്തിക്കും വെടുപ്പിനും വരയ്ക്കാത്തതിന്. ആ ഫോട്ടോ വാങ്ങിച്ച ഒറ്റ കാരണത്താൽ UAE ഒരു ഷോപ്പ് പൂട്ടേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അത്രയും ഒരു ഇത് വന്നോ? ഇല്ലല്ലോ. ആളെ ഇതേമാതിരി എന്തെങ്കിലും എന്റെ അഭിപ്രായത്തിലോട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. കാരണം ഇവളോടുള്ള എന്തോ വൈരാഗ്യം അല്ലെങ്കിൽ ആരോ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാ. അപ്പോ ഇന്നലെ മെനിയാന്ന് വന്ന ആ ഒരു ലേഡി സ്റ്റാഫ്, ഇതിനു മുമ്പേ ഞങ്ങൾ കണ്ടിട്ടില്ല, പുതിയ സ്റ്റാഫാ, ആദ്യമായിട്ടാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഇവളെ ഈ ഒരു രീതിയിലാക്കണമെങ്കിൽ ഞാൻ തുറന്നു പറയാണ്, ആ സ്റ്റാഫ്, ആ നേഴ്സ് എന്താ പറയാ കൈക്കൂലി വാങ്ങിയിട്ട്, അതായത് ഇവളെ കൊല്ലാൻ തക്കോളം വേറെ ആരോ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവളെ മുതലെടുത്ത് അവൾക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാ. അല്ലാണ്ട് ഡോക്ടർ പറഞ്ഞ മരുന്ന് പോലുള്ള അവള് കുത്തിവെച്ചത്. അവിടെ വിളിച്ച് ചോദിക്കുമ്പം പറയുന്നത് ഇതൊന്നും അല്ലല്ലോ, അതും കേൾപ്പിക്കണോ ഇനി? അല്ല, കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരുമോ? ഡയബറ്റിക് കൂടി അങ്ങനെ എന്തെങ്കിലും കാലിൻ്റെ വിരൽ മുറിച്ച് മാറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരത്തുള്ളൂ. ഇതിപ്പോൾ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇതൊക്കെ കാണുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും വരും. വേണമെങ്കിൽ ഒന്ന് ക്രിയാറ്റിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ. ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ശരിക്കും ഈ നീര് വരാനുള്ള കാരണം. പിന്നെ ഫാറ്റി ലിവറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ഇനി അടുത്തൊരു വീഡിയോ, അത് നിങ്ങളെ വിഷമിപ്പിച്ചതിന് വി ആണ്, നീയല്ല, നീ ഷമിപ്പിച്ചതിന് അതുപോലും എഴുതാൻ അറിയത്തില്ല. കഷ്ടം, മലയാളം പോലും അറിയത്തില്ലല്ലേ. മാപ്പ് ചോദിക്കുന്നു, അത്ര പെട്ടെന്ന് ഞാൻ ചാവില്ല. ചാവണ്ട, അല്ലെങ്കിൽ നീ അത്ര ഒന്നും പെട്ടെന്ന് ചാവാൻ പോകുന്നില്ല. ഓരോന്നിനും കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് പറഞ്ഞതുപോലെ ദൈവം വിധിച്ചിട്ടുണ്ട്. അത് വിധിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പോകാൻ പറ്റത്തില്ല. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. നമുക്കപ്പോൾ ആ വീഡിയോ ഓർത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അവർക്കൊക്കെ വളരെ വിഷമാവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്ന് എനിക്കറിയാം. അവരോട് പറയാ, നിങ്ങളെ വിഷമിപ്പിച്ചതില് മാപ്പ് ചോദിക്കുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹോസ്പിറ്റലിലായിരുന്നു. കുറച്ച് എന്താ പറയാ, ടെൻഷൻ അടിച്ച മണിക്കൂറുകൾ എന്ന് പറയാം. ഈ മൈഗ്രെയിൻ അപ്പം തലയ്ക്കകത്ത ഞരമ്പിൻ്റെ പ്രശ്നമല്ലേ ജസ്റ്റ്? എനിക്ക് ഞരമ്പിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ജസ്ന സലീം ഇഷ്യൂ എന്തുവാണെന്ന് കറക്റ്റ് ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. അതെന്തുവാണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാൻ ജസ്ന സലീമിന്റെ ഇഷ്യൂ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. കാര്യം മുറിച്ച് മാറ്റവും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ പറയുന്നത്, അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇന്നലെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ അവർ മരണത്തോട് മല്ലടിക്കുന്ന പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു. കാല് മുറിച്ച് മാറ്റണം എന്നുള്ള അവസ്ഥയായി. എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 മാസത്തിനിടക്ക് അവർ ചക്രം മുറിക്കുന്നു, കാർ ഓടിക്കുന്നു, എല്ലാവിധ ആക്ടിവിറ്റി ചെയ്തു. ഡാൻസിന്റെ വീഡിയോസ് വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1.5 മാസം മുമ്പ് അതിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഇത് കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ അവർക്ക് എവിടെ ഇഞ്ചക്ഷൻ ചെയ്താലും അവിടെ ബൾക്ക് ചെയ്ത് വരും. അപ്പം കാലിലാണ് കിട്ടുന്നത്. കാലിന് ചെയ്തു
ഒരു വിവരമില്ല. ഇങ്ങനെ വീണ്ടും ഒരു വീഡിയോ. അപ്പൊ എന്നെ ഇപ്പൊ താങ്കൾ വിളിച്ചതുപോലെ എന്നെ ഇപ്പൊ വേറെ കുറച്ച് പേര് വിളിച്ച് എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ വേറൊന്നല്ല, ഇവര് 14-ാം വയസ്സ് മുതൽ ഇതുപോലെ ഒരുപാട് ഹണി ട്രാപ്പ് മുതലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ട് പൈസ ഈ രീതിയിൽ എന്താ പറയാ പല പരാതികളും കള്ളപ്പരാതികളും കൊടുത്തിട്ട് ഡയലോഗ് അടിച്ച് കൊണ്ട് ചീത്ത മോശമായ രീതിയിൽ സംസാരിച്ചു. ഞങ്ങൾ എന്തായാലും ബേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നുവെച്ചാൽ അതിനുശേഷം പറഞ്ഞ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആദ്യം നേരത്തിന് മാത്രം കുറ്റം പറഞ്ഞ അവര് പിന്നീട് സ്ഥാപനം വളരെ മോശമാണ്, സ്ഥാപനത്തിന് കൊറോണ സമയത്ത് മോശമാണ്, അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രം കുറ്റം പറഞ്ഞ ഒരാള് പിന്നെ മോശമാണ്. അപ്പൊ ഞങ്ങളൊരു ചർച്ചക്കൊന്നും ചെല്ലാത്തത് കൊണ്ടായിരിക്കണം ഒരുപാട് കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ. അവര് ഇടുന്ന പിന്നെ വീഡിയോയുടെ അടിയിലെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയാൽ തന്നെ പണിക്ക് പോകണമെന്ന് ഞാനൊക്കെ ചിന്തിച്ചാൽ നിർത്തി പോകും. പിന്നെ കമന്റ്സ് നോക്കാനേ പോയിട്ട് ചെറുപാറ്റ് അത് എന്റെ ഒരു പാർട്ണർ വിളിച്ചു പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ വീഡിയോ കാണണ്ട, നീ ഒന്ന് അതിന്റെ അടിയിൽ കമന്റ്സ് നോക്കും. ഒരാള് പോലും നമ്മുടെ ഹോസ്പിറ്റലിനെ കുറ്റം പറയുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇത് വായിച്ചു നോക്കിയത്. അപ്പൊ ഇതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു സാർ ഞാൻ വിളിച്ചത്. അപ്പോ സത്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞ എനിക്ക് ശരിയാണ് വരുന്നത്. ഇത്രയും തടിച്ചൊരു ശരീരം, പക്ഷെ ഒരു വെയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് പാടാ. കഴിപ്പ് കുറച്ച് കുറയ്ക്കും, പ്രായത്തിനനുസരിച്ച് കഴിക്കും, എന്നിട്ട് നമുക്ക് കോമ്പൻസേഷനോ എന്തുവാന്ന് വെച്ചാൽ വാങ്ങിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.